സോ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ് അറിയായിരിക്കും അല്ലേ? മിക്സ്ചേഴ്സിൻ്റെ പേര് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. എന്താണ് ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ കഴിക്കുന്ന മിക്സ്ചർ അല്ല, അത് വെച്ച് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. എന്താണ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ? യെസ്, 1 or more സബ്സ്റ്റൻസുകൾ ഫിസിക്കലി കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണ് ഒരു മിക്സ്ചർ എന്ന് പറയുന്നത്. നമുക്ക് അവരെ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും മിക്സ്ചേഴ്സിനെ, അല്ലേ? സോ ഈ മിക്സ്ചേഴ്സിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് അവർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക? യെസ്, ഹോമോജിനസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജിനസ് മിക്സ്ചർ. മെയിൻലി നമ്മുടെ മിക്സ്ചേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹോമോജിനസ് മിക്സ്ചർ ആൻഡ് ഹെറ്ററോജിനസ് മിക്സ്ചർ. ഈ ഹോമോജിനസ് മിക്സ്ചേഴ്സിനകത്തുള്ളൊരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളാണ് സൊല്യൂഷൻസ് എന്ന് പറയുന്നവർ. ഇനി ഹെറ്ററോജിനസ് മിക്സ്ചറിനകത്ത് വരുന്നവരാണ് കൊളോയിഡ്സും സസ്പെൻഷൻസും ഒക്കെ. അപ്പോൾ ഈ ട്രൂ സൊല്യൂഷൻ, കൊളോയിഡ്, സസ്പെൻഷൻ ഇതൊക്കെ പഠിക്കുന്നതിന് മുന്നേ തന്നെ വാട്ട് ഈസ് എ ഹോമോജിനസ് മിക്സ്ചർ അല്ലെങ്കിൽ വാട്ട് ഈസ് എ ഹെറ്ററോജിനസ് മിക്സ്ചർ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹോമോജിനസ് മിക്സ്ചറും ഹെറ്ററോജിനസ് മിക്സ്ചറും എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു ഹോമോജിനസ് മിക്സ്ചർ? ഹോമോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ? ഒരു വൺ ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ, വൺ എന്നൊരു മീനിങ് അവിടെ വരുന്നത്. വൺ, ഒന്നിൽ കൂടുതൽ വരില്ല, ഒരു വൺ എന്നൊരു മീനിങ് മനസ്സിലേക്ക് എടുത്തോണം ഹോമോ എന്ന് പറയുമ്പം. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കിക്കേ. ഇഫ് ദ കോമ്പോസിഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യുവൻസ് ഈസ് ദ സെയിം ത്രൂ ഔട്ട് ദ മിക്സ്ചർ. നോക്കിക്കേ, സെയിം ത്രൂ ഔട്ട് ദ മിക്സ്ചർ. ആര്? കോമ്പോസിഷൻ. അതായത് ഒരു ഹോമോജിനസ് മിക്സ്ചർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മിക്സ്ചറാണ്, അതുകൊണ്ട് 1, 2, 3 എത്ര വേണമെങ്കിലും സബ്സ്റ്റൻസ് അതിനകത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, എത്ര വേണമെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടാകാം. പക്ഷേ അവരുടെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, മിസ് ഇവിടെ നിൽക്കുന്നു, ഇവിടെ ചുറ്റും എയർ ഉണ്ട് അല്ലേ? ഈ എയറിലെ കമ്പോണൻസ് നമുക്കറിയാം. ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, വാട്ടർ വേപ്പർ ഉണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണും. ഇങ്ങനെ കുറേ ആൾക്കാരുടെ ഒരു മിക്സ്ചറാണ് നമ്മുടെ എയർ എന്ന് പറയുന്നത് അല്ലേ? മിസ് ഇവിടെ നിൽക്കുന്നിടത്ത് ഇവിടെ ചുറ്റിനും എയർ ഉണ്ട്. എന്നാൽ ദേ ഇവിടെ ഓക്സിജൻ നിൽക്കുന്നു, ഇവിടെ കുറേ നൈട്രജൻ നിൽക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ കുറേ വാട്ടർ വേപ്പർ എനിക്ക് കാണാം. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഈ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സെയിമാ. നമുക്ക് ഇവരെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ നെഗ്ഡ് ആയി കൊണ്ട് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ? യൂണിഫോം കോമ്പോസിഷൻ ആണ്. ഇവിടെ എല്ലായിടത്തും ഇവിടുത്തെ എയർ ആണെന്നുണ്ടെങ്കിലും, മിസ് ഇപ്പോൾ ഇവിടെ പാലാ ബ്രില്യൻസിലാണ് നിൽക്കുന്നത്. മിസ് ഈ ബിൽഡിങ്ങിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിയാൽ അവിടെയുള്ള എയറും സെയിം ആണ്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ കോഴിക്കോട്ടേക്ക് പോവുകയാണ്, അവിടെ പോയാലും അവിടെയുള്ള എയറിൻ്റെ കോമ്പോസിഷനും സെയിം ആണ്. ഡസ്റ്റ് പാർട്ടിക്കിൾസിന് വ്യത്യാസം വരുമായിരിക്കും, പക്ഷേ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ ഇവരുടെ എല്ലാം കോമ്പോസിഷൻ സെയിം ആയിരിക്കും. അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹോമോജിനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. സോ നമുക്കറിയാവുന്ന എല്ലാ സൊല്യൂഷൻസും, എല്ലാ ട്രൂ സൊല്യൂഷൻസും ഹോമോജിനസ് മിക്സ്ചർ ആയിരിക്കും. ഒറ്റ കാര്യം നോക്കിയാൽ മതി, നമ്മുടെ കയ്യിൽ ഒരു മിക്സ്ചർ തന്നു, ആ മിക്സ്ചറിനകത്തുനിന്ന് അതിനകത്തുള്ള ആൾക്കാരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഹോമോ അല്ല. ഇനി അവരെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല, എല്ലാം കൂടെ ഒരേപോലെ മിക്സപ്പ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇത് നോക്കിക്കേ, നമ്മുടെ സോൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, അതിലേക്ക് നമ്മൾ സോൾട്ടോ ഷുഗറോ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. അത് കംപ്ലീറ്റ് മിക്സ് ചെയ്തതിന് ശേഷം സോൾട്ട് എവിടെയാണ്, വാട്ടർ എവിടെയാണ് നമുക്ക് വേറെ വേറെ കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ത്രൂ ഔട്ട് ആ സോൾട്ടിൻ്റെയും വാട്ടറിൻ്റെയും കോമ്പോസിഷൻ സെയിം അല്ലേ? മൊത്തം ഒരേപോലെയല്ലേ ഇരിക്കുന്നത്. സോ നമ്മുടെ ഈ സോൾട്ട് സൊല്യൂഷനും ഷുഗർ സൊല്യൂഷൻ, സോൾട്ട് സൊല്യൂഷൻ ഇതെല്ലാം ഹോമോജിനസ് മിക്സ്ചറിൻ്റെ എക്സാമ്പിൾസ് ആണ്. നമ്മുടെ നെഗ്ഡ് ആയിക്കൊണ്ട് നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്ത്, അതായത് ആ മിക്സറിനകത്തുള്ള സബ്സ്റ്റൻസുകളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഓർണമെന്റൽ ഗോൾഡ് ഒക്കെ ഇല്ലേ, ഓർണമെന്റൽ ഗോൾഡ് നമുക്കറിയാം പ്യുവർ ഗോൾഡ് അല്ല, അതിൽ കുറച്ച് കോപ്പറിൻ്റെ മിക്സ് ഒക്കെ കാണും. പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഗോൾഡ് ബാങ്കിൾ കൊണ്ട് തരുക, ഇതിനകത്ത് ഏത് ഭാഗത്താണ് കോപ്പർ അല്ലെങ്കിൽ ഏത് ഭാഗത്താണ് ഗോൾഡ് അങ്ങനെ ചോദിച്ചാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അവർ രണ്ടുപേരാണ്, ഗോൾഡും ഉണ്ട് കോപ്പറും ഉണ്ട്, പക്ഷെ നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. കാര്യം അവരുടെ കോമ്പോസിഷൻ യൂണിഫോം ആണ്. സോ അങ്ങനെയുള്ള മിക്സ്ചേഴ്സിനെയാണ് നമ്മൾ ഹോമോജിനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും
heterogeneous mixture. നോക്കിക്കേ, the components in a mixture are not distributed uniformly. It is known as heterogeneous mixture and the components can be seen separately with the naked eye. ഹെട്രോജിനസ് മിക്സറിൻ്റെ കേസിനകത്ത് നമുക്ക് ഈ മിക്സറിനകത്തുള്ള സബ്സ്റ്റൻസുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമ്മുടെ നെക്ഡ് ഐ കൊണ്ട് തന്നെ നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കത്തില്ല ഇവരുടെ കോമ്പോസിഷൻ. നോൺ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും ഒരു ഹെട്രോജിനസ് മിക്സർ ആണെന്നുണ്ടെങ്കിൽ. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് നമ്മുടെ മഡി വാട്ടർ എടുക്കാം. ഈ മഡി വാട്ടർ നോക്കിയാൽ നമുക്കിത് ഇവിടെ എല്ലാം മഡ്, അല്ലെങ്കിൽ മെയിൻലി കുറച്ച് നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ താഴെ മഡ് കിടക്കുന്നു. കുറച്ചും കൂടെ മേളിലേക്ക് പോകുമ്പോൾ കുറച്ചൊക്കെ മഡുണ്ട്. ഏറ്റവും മേളിലേക്ക് വരുമ്പോൾ കുറെ കൂടെ പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്. നമ്മുടെയൊക്കെ ഒരു മൈക്രോസ്കോപ്പോ ഒന്നിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് വേറെ വേറെ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? അതേപോലെ തന്നെ ചോക്ക് പൗഡർ ആൻഡ് വാട്ടർ. നമ്മൾ വാട്ടറിലേക്ക് കുറച്ച് ചോക്ക് പൗഡർ മിക്സ് ചെയ്തു. നമ്മൾ എത്ര നേരം ഇളക്കി കഴിഞ്ഞാലും അവർ തമ്മിൽ ഡിസോൾവ് ആയി പോകത്തില്ല. ഇതുപോലെ തന്നെ ചോക്ക് പൗഡർ താഴെയും കിടക്കും, വെള്ളം മേളിലും ഇങ്ങനെ നിൽക്കും. നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും ഇല്ലേ? ഇനി നമ്മുടെ കെറോസിൻ ആൻഡ് വാട്ടർ ആയിക്കോട്ടെ, ഇവിടെ ഒരു ഫ്രൂട്ട് സലാഡ് മിക്സ് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബനാനയുണ്ട്, കിവിയുണ്ട്, ബ്ലൂബെറി ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, സ്ട്രോബെറി. ഇതെല്ലാം നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈസി ഇവരെ വേറെ വേറെ ആയിട്ട് നെക്ഡ് ഐ കൊണ്ട് തന്നെ കാണാൻ പറ്റും. ഇവരെ നമുക്ക് ഇങ്ങനെ പെറുക്കി ഇങ്ങനെ മാറ്റി വെക്കാൻ പറ്റും. കെറോസിൻ ആൻഡ് വാട്ടർ ആയിക്കോട്ടെ, ഈ മിക്സർ എടുത്തു കഴിഞ്ഞാലും കെറോസിൻ മേളിൽ നിൽക്കും, വാട്ടർ താഴെ നിൽക്കും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ട് വാട്ടർ താഴെയായിരിക്കും, കെറോസിൻ മേളിലുമായിരിക്കും. നമുക്ക് ഇവിടെയെല്ലാം ഇവരെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. കാര്യം എന്താ? അവർക്ക് നോൺ യൂണിഫോം കോമ്പോസിഷൻ ആണ്, സെയിം അല്ല, നോൺ യൂണിഫോം ആണ്. അങ്ങനെയുള്ള മിക്സേഴ്സിനെയാണ് നമ്മൾ ഹെട്രോജിനസ് മിക്സർ എന്ന് പറയുക. ഓക്കെ, സോ എന്താണ് ഹോമോജിനസ് മിക്സർ, എന്താണ് ഹെട്രോജിനസ് മിക്സർ? ഹോമോജിനസ് മിക്സർ എന്ന് പറയുമ്പോഴത്തേക്കിനും ത്രൂ ഔട്ട് ദ മിക്സർ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. നമുക്ക് അവിടുത്തെ സബ്സ്റ്റൻസുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റത്തില്ല. അറ്റ് ദ സെയിം ടൈം ഹെട്രോജിനസ് മിക്സർ എന്ന് പറഞ്ഞാലോ നോൺ യൂണിഫോം കോമ്പോസിഷൻ ആയിരിക്കും. നമുക്ക് അവിടുത്തെ സബ്സ്റ്റൻസുകളെ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് മിസ് തരാം. ഡയലൂട്ട് ആസിഡ് എന്ന് പറയുന്നത് എങ്ങനത്തെ മിക്സറാണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കുക. ഒരു ഡയലൂട്ട് ആസിഡ് എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ട്? വാട്ടറും ഉണ്ട്, ആസിഡും ഉണ്ട്. വാട്ടർ പ്ലസ് ആസിഡ്, ഇതാണ് ഡയലൂട്ട് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഒരു മിക്സർ ഒരു ഹോമോജിനസ് മിക്സർ ആണോ അതോ ഹെട്രോജിനസ് മിക്സർ ആണോ? ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതേപോലെയുള്ള ടോപ്പിക്സ് ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ കാണാം. എന്താണ് ഹോമോജിനസ് മിക്സർ, ഹെട്രോജിനസ് മിക്സർ എന്ന് മനസ്സിലായില്ലേ? സോ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ എല്ലാവരും ആൻസർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ, താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.